ജനവാസ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടി. കൽപ്പറ്റ പെരുന്തട്ടയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ജനവാസ മേഖലകൾ വന്യജീവികളുടെ വിഹാര കേന്ദ്രം ആകുന്നതിൻ്റെ ആശങ്കയിലാണ് നാട്ടുകാർ. വിവരങ്ങളുമായി വയനാട് നിന്ന് അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, പറയൂ. ായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പെരുന്തട്ടയിൽ നേരത്തെയും ഇത്തരത്തിൽ പുലി, കടുവ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് സജീവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഭയാനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കടുവയും പുലിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ വനംവകുപ്പ് പ്രദേശത്തെത്തി ഈ പ്രദേശം പരിശോധന ശേഷം ഈ പറഞ്ഞത് കൃത്യമാണെന്ന് കണ്ടെത്തുകയും അവിടെ കൃത്യമായി ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് നിന്നും ഒരു പശുക്കുട്ടിയെ ഇത്തരത്തിൽ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല 2-3 കടുവകളെ അടക്കം ഈ പ്രദേശത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേക്ക് വലിയ ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. രാവിലെ തന്നെ വനംവകുപ്പ് എത്തി ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത്. ഇതിനു മുൻപും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനെ കുറിച്ച് നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭത്തിന് ഇനി ഒരുങ്ങുമെന്നുള്ള ഒരു സൂചനയാണ് നാട്ടുകാർ ഇന്ന് നൽകിയിരിക്കുന്നത്. എന്തിനാ തന്നെയും വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തെ ഭീതി അകറ്റാൻ ശ്രമിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇന്ന് നാട്ടുകാർക്ക് നൽകിയിട്ടുള്ളത്. കൃഷ്ണരാജ്. കൽപ്പറ്റ പെരുന്തട്ടയിൽ ജനവാസ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.